ഡാറ്റാബേസ് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ആക്സസിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആക്സസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സംവിധാനത്തെക്കുറിച്ചുള്ള ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ DBMS എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഡാറ്റാബേസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കോഴ്സസ് നമ്മൾ പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാറുണ്ട്. ഓരോ കോഴ്സസ് നമുക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യൂണിവേഴ്സിറ്റി സൈറ്റിലോട്ടൊക്കെ പോകും. അപ്പോൾ അതിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർ കാണിച്ചു തരുന്നത് അവർ ഓൾറെഡി ആ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വെൽ ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസിൽ നിന്നാണ് നമുക്ക് ആ ഡാറ്റകൾ അവർ എടുത്തു തരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ബയോമെട്രിക് ഡാറ്റാബേസസ് അല്ലേ. നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണ്, ഒരു ഡാറ്റാബേസ് സംവിധാനമാണ് എന്നുള്ളതാണ്.